ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് കിരൺ ശങ്കർ. ജലത്തിന്റെ ഉത്തരവാദിത്തപരമായ ഉപയോഗം ഉറപ്പാക്കണമെന്നും ഓരോ തുള്ളി വെള്ളവും സംരക്ഷിക്കപ്പെടണമെന്നും ആഹ്വാനം ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ന് ലോക ജലദിനം. ജലവും ലിംഗഭേദവും എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ജീവൻ നിലനിർത്തുന്നതിലും ലോകത്തിന്റെ ഭാവിയെ രൂപപ്പെടുത്തുന്നതിലും ജലം സുപ്രധാന പങ്കാണ് വഹിക്കുന്നതെന്ന് ലോക ജലദിനവുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. അസം, കേരളം, പുതുച്ചേരി, തമിഴ്നാട്, പശ്ചിമബംഗാൾ എന്നിവിടങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിനും മറ്റ് 6 സംസ്ഥാനങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പുകൾക്കും പഴുതടച്ച ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശം. ആകെയുള്ള 2,18,807 പോളിംഗ് സ്റ്റേഷനുകളിലും വോട്ടർമാർക്ക് മികച്ച അടിസ്ഥാന സൗകര്യങ്ങൾ ഉറപ്പാക്കാൻ സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർമാർക്ക് കമ്മീഷൻ നിർദ്ദേശം നൽകി. സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിനുള്ള സമയപരിധി നാളെ അവസാനിക്കും. 140 മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികൾ പത്രിക സമർപ്പണത്തിന്റെയും പ്രചാരണ പരിപാടികളുടെയും തിരക്കിലാണ്. ഇന്ന് പത്രിക സ്വീകരിക്കില്ല. പത്രികകളുടെ സൂക്ഷ്മ പരിശോധന മറ്റന്നാൾ നടക്കും. ഈ മാസം 26 വരെ പത്രിക പിൻവലിക്കാം. ഏപ്രിൽ 9 വോട്ടെടുപ്പ് നടക്കും. മെയ് 4 വോട്ടെണ്ണൽ. നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് DD ന്യൂസും തിരുവനന്തപുരം ദൂരദർശൻ കേന്ദ്രവും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഏകദിന കോൺക്ലേവ് DD ഡയലോഗ് തിരുവനന്തപുരത്ത് പുരോഗമിക്കുന്നു. കേരളം തീരുമാനിക്കുന്നു എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ MPമാരായ ജോൺ ബ്രിട്ടാസ്, ശശി തരൂർ, BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ, മുൻ കേന്ദ്ര സഹമന്ത്രി V മുരളീധരൻ തുടങ്ങിയവർ ആദ്യ സെഷനുകളിൽ അതിഥികളായി എത്തി. സംസ്ഥാനത്ത് വോട്ടർ പട്ടികയിൽ പുതിയതായി പേര് ചേർക്കാൻ നാളെ വരെ സമയം. voters.eci.gov.in എന്ന വെബ്സൈറ്റിലൂടെയോ ECI നെറ്റ് മൊബൈൽ ആപ്ലിക്കേഷൻ വഴിയോ ബൂത്ത് തല ഓഫീസർ വഴിയോ അപേക്ഷിക്കാം. സമ്മതിദാന അവകാശം വിനിയോഗിക്കുന്നതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് വോട്ടർമാരിൽ അവബോധം സൃഷ്ടിക്കുന്നതിനായി കൊല്ലം ജില്ലാ ഭരണകൂടത്തിന്റെയും സ്വീപ്പിന്റെയും ആഭിമുഖ്യത്തിൽ പെഡൽ ടു പോൾസ് സൈക്ലത്തോൺ സംഘടിപ്പിച്ചു. കളക്ടർ N ദേവിദാസ് സൈക്ലത്തോണിൽ പങ്കെടുത്തു. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ മറ്റന്നാൾ വരെ താപനില ഉയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പാലക്കാട് ജില്ലയിൽ ഉയർന്ന താപനില 38 ഡിഗ്രി സെൽഷ്യസ് വരെയും, കൊല്ലം, കോട്ടയം, എറണാകുളം, തൃശൂർ, കാസർഗോഡ് ജില്ലകളിൽ താപനില 37 ഡിഗ്രി സെൽഷ്യസ് വരെയും, തിരുവനന്തപുരം, പത്തനംതിട്ട, ആലപ്പുഴ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ താപനില 36 ഡിഗ്രി സെൽഷ്യസ് വരെയും ഉയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. 12 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. പൈങ്കുനി ഉത്രം ഉത്സവത്തിനായി ശബരിമല നട ഇന്ന് വൈകിട്ട് 5 തുറക്കും. നാളെയാണ് കൊടിയേറ്റ്. ഏപ്രിൽ 1 നടക്കുന്ന ആറാട്ട് ഘോഷയാത്രയോടെ ഉത്സവത്തിന് സമാപനമാകും. അന്ന് രാത്രി 10 നട അടയ്ക്കും. വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്ത് തീർത്ഥാടകർക്ക് ദർശനത്തിനെത്താം. രാജ്യത്ത് പെട്രോളിനോ ഡീസലിനോ പാചകവാതകത്തിനോ ഒരു ക്ഷാമവുമില്ലെന്ന് കേന്ദ്ര സർക്കാർ. വാണിജ്യ LPGയുടെ 20% കൂടി കേന്ദ്രം സംസ്ഥാനങ്ങൾക്ക് അനുവദിക്കും. റെസ്റ്റോറന്റുകൾ, ഹോട്ടലുകൾ, വ്യാവസായിക ക്യാന്റീനുകൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നടത്തുന്ന മറ്റു മേഖലകൾ എന്നിവയ്ക്ക് മുൻഗണന നൽകിയാണ് ഈ അധിക വിഹിതം നൽകുക. റഷ്യൻ അസംസ്കൃത എണ്ണയുമായി അക്വ ടൈറ്റൻ കപ്പൽ കർണാടകയിലെ മംഗളൂരുവിൽ എത്തി. പശ്ചിമേഷ്യൻ സംഘർഷത്തിനിടയിൽ ആഗോള ഇന്ധനവില സ്ഥിരപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട് റഷ്യൻ അസംസ്കൃത എണ്ണ വിൽക്കാൻ അമേരിക്ക താൽക്കാലിക പൊതു ലൈസൻസ് നൽകിയതിനെ തുടർന്നാണിത്. ഇതിനിടെ അമേരിക്കയിൽ നിന്ന് ദ്രവീകൃത പെട്രോളിയം വാതകവുമായി പൈക്ക് 6 പൈനിയർ എന്ന ചരക്ക് കപ്പലും മംഗലാപുരം തുറമുഖത്ത് എത്തി. പശ്ചിമേഷ്യയിൽ താമസിക്കുന്ന ഇന്ത്യക്കാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ കേന്ദ്ര സർക്കാർ പ്രവർത്തിക്കുന്നുണ്ടെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. യാത്ര, സുരക്ഷ, അടിയന്തര സഹായം എന്നിവയിൽ പൗരന്മാരെ സഹായിക്കുന്നതിനായി ഇന്ത്യൻ ദൌത്യങ്ങൾ 24 മണിക്കൂറും പ്രവർത്തിക്കുന്നുണ്ടെന്നും അറിയിപ്പിൽ പറയുന്നു. ISL ഫുട്ബോളിൽ ഇന്ന് 2 മത്സരം. വൈകിട്ട് 5 മണിക്ക് ആരംഭിക്കുന്ന ആദ്യ മത്സരത്തിൽ ചെന്നൈയിൻ FC ഗോവയെ നേരിടും. രാത്രി 7:30 ആരംഭിക്കുന്ന രണ്ടാം മത്സരത്തിൽ ഇന്റർ കാശി ബംഗളൂരു FC പോരാട്ടം. ഇന്ത്യൻ സീനിയർ പുരുഷ ക്രിക്കറ്റ് ടീമിന്റെ അയർലൻഡ് പര്യടനത്തിന്റെ പട്ടിക പുറത്തിറക്കി BCCI. അന്താരാഷ്ട്ര T20 പരമ്പരയിലെ ആദ്യ മത്സരം ജൂൺ 26-നും രണ്ടാം മത്സരം 28-നും അയർലൻഡിലെ ബെൽഫാസ്റ്റിൽ നടക്കും. 2007 ശേഷം ഇതാദ്യമായാണ് ഇന്ത്യൻ സംഘം ബെൽഫാസ്റ്റിൽ മത്സരത്തിന് എത്തുന്നത്. വിദേശകാര്യ മന്ത്രാലയ സെക്രട്ടറി P കുമരൻ കംബോഡിയയിലെ അങ്കോർവാട്ട് ക്ഷേത്രം സന്ദർശിച്ചു. 1986 മുതൽ 1993 വരെ അങ്കോർവാട്ട് ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണത്തിന് പിന്തുണ നൽകിയ ആദ്യ രാജ്യമാണ് ഇന്ത്യയെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. സ്ലൊവേനിയയിൽ ഇന്ന് പൊതുതെരഞ്ഞെടുപ്പ്. നിലവിലെ പ്രധാനമന്ത്രി റോബർട്ട് ഗൊലോബ് യാനസ് യാൻഷായെ നേരിടും. ഗൊലോബിന്റെ നേതൃത്വത്തിൽ ഒരു സ്വതന്ത്ര പാലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിച്ച ചുരുക്കം ചില യൂറോപ്യൻ രാജ്യങ്ങളിൽ ഒന്നായിരുന്നു സ്ലൊവേനിയ. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.